ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലിനിക്കൽ ലീവാണ്. അവൾക്കൊന്നൊരു വെഡിങ് ഷൂട്ടും ഇല്ല. അപ്പോൾ ഞാനോടുത്ത് ഒരു പടം കാണാൻ പോയാലും കാറാണെങ്കിൽ അച്ഛനും കൊണ്ടുപോയി. നമ്മുടെ സ്കൂട്ടർ പുട്ടപ്പൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ സമയം 1 മണിയാവുന്നത്. നമ്മുടെ ഷോ 1:30 കേട്ടോ. അങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാവോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം കുറെ നാളായിട്ട് ഉപയോഗിക്കാത്തതാണ്. സ്റ്റാർട്ടായാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു ഇത്. സ്റ്റാർട്ടായ ഭാഗ്യം. അങ്ങനെ ചവിട്ടി എൻ്റെ പണ്ടാരളകി ഹോപ്പ്. അങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടായി. മുടിഞ്ഞ വെയിലുണ്ട്. പെട്രോൾ അടിച്ച് ഞങ്ങൾ യാത്ര തുടരും. ഞങ്ങളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് പോകുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. അങ്ങനെ കാസർഗോഡ് എത്തുമ്പോൾ ട്രാഫിക് കിട്ടി 1:30 സിനിമ തുടങ്ങുന്ന ഡൗട്ടും ഉണ്ട്. അങ്ങനെ മൂവി മാക്സിലെത്തി ടിക്കറ്റ് എടുത്ത്. ഈ ഹെൽമെറ്റ് ഇട്ടാനുള്ള പ്രശ്നം വേറെ, മുടിയുടെ കാര്യത്തിലൊരു തീരുമാനമാണ്. അങ്ങനെ സിനിമ തുടങ്ങി ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ രോഹിത് നമ്മൾ കണ്ടുപിട്ടി. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. വിശക്കുന്നുണ്ട് പെപ്പർ ഷാക്കിൽ കയറിയിട്ട് ഒരു സീസർ സാലഡ് ഓർഡർ. എപ്പോഴും ഈ ബിരിയാണി ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ പ്ലേറ്റ് നല്ല വൃത്തിയാക്കി തിരിച്ചു പോകാനുള്ള പരിപാടിയോ. നാട്ടിലെത്തിയപ്പോഴത്തേക്കും ശ്രീകൃഷ്ണന്റെ പരിപാടി കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തടിച്ചു കൊടുക്കുക. അതിന്റെ ഇടയിൽ സുനിയാട്ടനൊന്നും ചായ കുടിക്കാൻ വിളിച്ചു. ഞാൻ പക്ഷെ ഹോർലിക്സ് ആണ് കുടിച്ചത്. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ രാധമാരെ കൂടെ ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അടുത്തത് കൃഷ്ണൻ ആൻഡ് രാധ ജൂനിയർ കാറ്റഗറി. അതിന്റെ ഇടയിൽ നമ്മൾ ഉണ്ണീരെ ലഡു വിതരണുണ്ട്. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ചെണ്ടമേലും ഡാൻസും ഒക്കെ ആയിട്ട് പരിപാടിയും കൊണ്ട് കളറായി. നമ്മുടെ ക്രിസ്ത്യാനാണെങ്കിൽ ചട്ടി പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആയി. ആ പടത്തോനെ എന്തോ ഭാഗ്യം തല പോയി. ഇടയിലെ നമ്മളെ തൈക്കോട്ടെ ജാമിനെ മഞ്ജു വന്നിട്ട് ഓൾക്ക് ഫുൾ A+10 മൊമെന്റ് ഒക്കെ കാണിച്ചു. അങ്ങനെ പിള്ളേരുള്ള നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിച്ച് പരിപാടിയെല്ലാം ഉഷാറാക്കി. ഞാനങ്ങനെ പിള്ളേരൊന്നെല്ലാം കൂടി വീഡിയോ ഒക്കെ എടുത്ത് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഗുഡ് നൈറ്റ് ആക്കി വിട്ട്. അപ്പോൾ ശരി.